ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയാണ് കാണിക്കുന്നത്. അപ്പോൾ ജലജ ഭയങ്കര ദുഃഖത്തോടു കൂടി തന്നെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദർശ് വന്ന കാര്യത്തെക്കുറിച്ചാണ് ജലജ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് അനി വരുന്നത്. അപ്പോൾ അനിയാണെങ്കിൽ ചെറിയമ്മേ ഇതെന്തു പറ്റി? അല്ല, മുഖം വല്ലാതിരിക്കുന്നു. ഓ, എൻ്റെ മുഖത്തിനൊരു കുഴപ്പമില്ല, ഞാനൊരു വല്ലായ്മയില്ല എനിക്ക് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ലല്ലോ എൻ്റെ ചെറിയമ്മേ. അല്ല, ആദർശേട്ടൻ ജയിലിലാണ്, ആദർശേട്ടൻ ഇനി വരില്ല എന്നൊക്കെ കരുതിയ അമ്മ ചെറിയമ്മയുടെ മുന്നിലേക്ക് ആദർശേട്ടൻ വന്നപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റിയില്ലല്ലേ? ഒട്ടും വിചാരിക്കാത്ത കാര്യമല്ലേ അല്ലേ ചെറിയമ്മേ? ഓ പിന്നെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ചെറിയമ്മ അങ്ങനെ എല്ലാം വിചാരിച്ചിട്ടുണ്ട്. കാരണം അവൻ ജയിലിൽ കിടക്കണമെന്നും നിന്റെയൊക്കെ അഹങ്കാരം കൊണ്ടാണ് ആദർശ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ നയനേട്ടത്തിയോട്. പിന്നെ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടതല്ലേ പറഞ്ഞത്. എന്തിനാണെന്നേ ഇങ്ങനെ നോണ പറയുന്നത്? അങ്ങനെ നോണ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, പക്ഷേ ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. നിങ്ങളുടെ മകനെ അഹങ്കാരം കൊണ്ട് അങ്ങ് മേളിലെത്തിയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകൻ ഒരിക്കലും നന്നാവില്ല. പിന്നെ നിങ്ങളുടെ മരുമകളും ഉണ്ടല്ലോ, കുറേ കാര്യങ്ങളെല്ലാം നയനേട്ടതിയോടൊക്കെ പറയുന്നുണ്ട് അഹങ്കാര വർത്തമാനത്തോടെ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് അതിലെന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ അനി എന്ന് ചോദിച്ചപ്പോഴേക്കും പറ്റും. കാരണം ഈ നവ്യേട്ടത്തിയില്ലേ, സത്യങ്ങൾ അറിയുന്നത് വരെയുള്ളൂ നിങ്ങൾക്ക് ആയുസ്. സത്യങ്ങളെല്ലാം നവ്യേട്ടത്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. മുത്തശ്ശൻ നിങ്ങൾ രണ്ടുപേരെയും അടിച്ച് പുറത്താക്കും. അധികം താമസിയാതെ ഏട്ടത്തി ആ സത്യം അറിയും. അതിന് വഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ അനി പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ജലജ വല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോകണം. നല്ല മുട്ടം പണി കൊടുത്തിട്ടാണ് അനി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അനാമികയാണ്. അപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ആകെ കലയും വരുന്നു. ഇതെന്താണെന്നേ അവൻ വിളിക്കാത്തത്? അല്ല, ആദർശിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ആദർശിൻ്റെ എന്തെങ്കിലും വിവരം നമ്മളെ അറിയിക്കാന്നാണല്ലോ അഭിയേട്ടൻ പറഞ്ഞത്. എന്നിട്ടൊന്നും അറിയിച്ചില്ലല്ലോ അമ്മേ എന്നൊക്കെ അനാമിക പറയാണ്. ശരിയാണല്ലോ, അവൻ എന്തോ പത്രത്തിൽ പരസ്യം കൊടുക്കുമെന്നോ, ആദർശ് ജയിലായ വിവരം പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ അറിയും. പിന്നെ അനന്തപുരിക്ക് അത് നാണക്കേടണം എന്നൊക്കെ വീമ്പളക്കിയിട്ടല്ലേ അഭി ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേണുവാണെങ്കിൽ മോളെ എങ്ങനെയെങ്കിലുവേ നീ ആ കേസ് ഒന്ന് ജയിച്ച് ആ പാരദോഷിക്കും ഇങ്ങോട്ട് മേടിച്ചെടുക്കാനായിട്ട് നോക്ക്, എന്നാലേ രക്ഷയുള്ളൂ. അതിനെ അച്ഛൻ നല്ലൊരു വക്കീലിനെ വെക്കുക ആദ്യം. എടി മോളെ, നല്ലൊരു വക്കീലിനെ വെക്കണമെങ്കിൽ അവർ നല്ലൊരു പൈസ ചോദിക്കും. നമ്മളുടെ ഇപ്പം അവസ്ഥ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ പൈസ കൂടുതലായി ചോദിക്കുന്നത് എന്ത് ചെയ്യാനാണ്? പനാമികയുടെ അമ്മ ഏതായാലും ആ വക്കീൽമാരോട് പറയുന്നേ പാരിതോഷികത്തിൽ നിന്ന് നല്ലൊരു തുക നിങ്ങൾക്കും തരാമെന്ന്. അപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പോയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് എവിടം വരെയും പോകുന്ന അറിയില്ല. ഞാനൊന്ന് പുറത്തേക്ക് പോവുക. അപ്പോഴേക്ക് അനാമികയാണെങ്കിൽ ഞാനും വരുന്നു. നീ അങ്ങോട്ട് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു, നീ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛൻ്റെ കൂടെ പോകുന്നു. എനിക്കിവിടെ ഇരുന്നിരുന്ന് ബോറടിക്കുന്നുണ്ട്, വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാനും അച്ഛനോടൊപ്പം പോവാന്നും പറഞ്ഞുകൊണ്ട് അനാമിക നേരെ വേണുവിനോടൊപ്പം പോവാണ്. അങ്ങനെ ഈ സമയം തന്നെ ആദർശും നയനയും വണ്ടി പോയിക്കൊണ്ടിരിക്കുക സമയത്ത് എല്ലാവരുടെയും കിളി പാറിപ്പോയൊരവസ്ഥയിലാണ്. ഏതായാലും നടക്കട്ടെ. അവിടുന്ന് ഒരു 6 മുഴം മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വാ നയനെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 6 മുഴം വേണോ? എനിക്ക് 6 മുഴമൊന്നും വേണ്ടേ, 1 മുഴം മതി. അപ്പം നീ 6 മുഴമൊക്കെ മേടിച്ചെന്ന് തലയിൽ വെക്കുമല്ലോ. അത് പിന്നെ ആദർശേട്ടൻ മേടിച്ചു തരുന്നുണ്ട് ഞാൻ വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 1 മുഴമൊക്കെ മതിയെന്നേ. ഞാൻ എന്താ വല്ല കല്യാണത്തിനും പോവുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നീ ആദ്യം ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് 6 മുഴം മേടിച്ചുകൊണ്ട് വാ. നിന്നെ കാണുമ്പോൾ തന്നെ അവർ ആ മുഴം എടുത്തോട്ട് തരും. അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ നയന പൂക്കട കയറുകയാണ്. പൂക്കട കയറിയിട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഇതാരാ വന്നിരിക്കുന്നത് മോളെ? എല്ലാ പൂവും എടുക്കട്ടെ? വേണ്ട ചേച്ചി, എനിക്ക് 6 മുഴം മതി. സാറില്ലേ വണ്ടിക്കകത്ത്? സാറ് വണ്ടിക്കകത്തുണ്ട്. സാറായിരുന്നെങ്കിലേ ഇത് മൊത്തത്തോടെ മേടിച്ചാനായിരുന്നു. വേണ്ട ചേച്ചി, എനിക്കിപ്പോൾ ഒരു 6 മുഴം മതി.
ഞാനത് പറഞ്ഞും കൊണ്ടാണ് വന്നത്. ശരി മോളെ, എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ആ വഴി തന്നെയായിരുന്നു അനാമികയും അനാമികയുടെ അച്ഛനും കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് അനാമിക നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ച നിർത്തിയച്ചാ, ദേ അവളല്ലേ അത്, ആ നയന എന്ന് പറയാ. അതേല്ലേ മോളെ, നയനയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, കണ്ടോ കണ്ടോ അവളുടെ കെട്ടിയോൻ ഗൾഫിലെ ജയിലിൽ കിടക്കുകയാണ്, എന്നിട്ട് പോലും അവളിതേ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. മോളെ ഇങ്ങോട്ട് ഇറങ്ങിയ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇറങ്ങാം. ഇവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് വേണു നേരെ നയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടി നീ കൊള്ളാലോടി, നിന്റെ കെട്ടിയോൻ ജയിലിൽ കിടക്കാണ്, എന്നിട്ട് നീ മുല്ലപ്പൂ മേടിച്ച് ആഘോഷിക്കുകയാണല്ലേ. ഇത് കിട്ടിയപ്പോഴേക്കും നയന, അതെ ഞാൻ മുല്ലപ്പൂ മേടിച്ച് ആഘോഷിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് എന്ത് വേണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എന്നാലും നിന്നെക്കുറിച്ച് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നിന്റെ കെട്ടിയോൻ ഇങ്ങനെ ജയിലിൽ കിടന്ന് നരകിക്കുമ്പോൾ നീ ഇങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ ശരിയാണോടി? ശരിയും ശരിക്കേടൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നേ. എൻ്റെ കെട്ടിയോൻ ജയിലിൽ കിടന്നെന്ന് വിചാരിച്ച് ഞാൻ എന്താ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ? അതിനെ കൊണ്ടൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്നൊക്കെ നയന നല്ല ഡയലോഗ് പറയാണ്. എന്നാലും നിന്റെ കെട്ടിയോന് വേണ്ടി കരഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ച. അച്ഛാ, ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അച്ഛാ. ഇവളുടെ മനസ്സിൽ ഒരു സ്നേഹവും ഇല്ല. ഭർത്താക്കന്മാരോടൊന്നും ഒരു സ്നേഹവും ഇല്ല. അല്ലെങ്കിലും ഭർത്താവിനോട് സ്നേഹം ഉണ്ടെന്ന് ഇവൾ പ്രകടിപ്പിക്കുകയാണ്, ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ. എടി നീ കൂടുതൽ ഡയലോഗ് അടിക്കില്ലേ. നീ ആരാണ് എന്താണെന്നൊക്കെ അന്ന് നവീൻ വക്കീലേ അവിടെ പറഞ്ഞതാണ് കോടതിയിൽ. അതുകൊണ്ട് നീ കൂടുതൽ പറയാൻ നിൽക്കരുതേ. നിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞവളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മുന്നിൽ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ദാ വരുന്നടാ ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ഇത് വേണുപോ അനാമികയും കാണുകയാണ്. ഇവരാണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് നേരെ കയറി കഴിഞ്ഞപ്പോഴേക്ക് എന്താടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ ആദർശേട്ടാ, ഇയാൾ പറയുവാണ് ആദർശേട്ടൻ ജയിലിലായതുകൊണ്ട് ഞാൻ മുല്ലപ്പ് മേടിച്ച് ആഘോഷിക്കുകയാണെന്ന്. അങ്ങനെയാണ് ഇയാൾ പറഞ്ഞ് പരത്തുന്നത് ആണോടാ? അല്ല, നീ എപ്പോൾ ജയിലിൽ നിന്ന് വന്നു? നീ ജയിലിലാണെന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടത്. ഇപ്പം ജയിലല്ലെന്ന് മനസ്സിലായല്ലോ. എന്നെന്താ നേരിട്ട് കണ്ടില്ലേ? താനെന്താടോ വഴി കിടന്ന് പെണ്ണുങ്ങളോട് അടികൂടുകയാണ്? എടാ നീയേ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നീ എന്തിനു വേണ്ടിയാണ് ജയിലിൽ പോയെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിനാടോ താൻ കുറേ നാളായാലോട് കുടുംബത്തിൽ കയറി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഈ വേണുവിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം. അപ്പോഴേക്കും നയനയാണെങ്കിൽ ആദർശേട്ടാ വേണ്ട, ആദർശേട്ടാ വിട്ടേരെ, ആദർശേട്ടാ ഇനി ഈ വഴിക്ക് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ശരിയാക്കും, കടന്ന് പൊയ്ക്കോളിൽ ഇവിടെ നിൽക്കി പോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനാമികയെയും വേണുവിനെയും പുറത്താക്കുകയാണ്. അപ്പോഴേക്കും ഇവർക്ക് ഞാൻ വന്ന കാര്യം ഇവർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു, ഇവരാരെ അറിയിച്ചില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ഇവരും വണ്ടി കയറി പോവുകയാണ്. അപ്പോഴേക്കും ഈ അനാമികയാണെങ്കിൽ അച്ഛാ, എന്നാലും ഇവൻ വന്ന കാര്യം എന്തുകൊണ്ട് അഭിയേട്ടൻ നമ്മളോട് പറഞ്ഞില്ല? വെറുതെ അല്ല ഞാൻ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുക്കാതിരുന്നത്. ഈ ഒരു സംഭവം വീട്ടിലുള്ളത് കൊണ്ടായിരിക്കും വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്. അത് ശരിയാണ് അച്ഛാ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയും കൂടി വീട്ടിലെത്തുകയാണ്. അപ്പം നയന ഇങ്ങനെ പറയാണ്, ഇവിടുന്ന് അഭിയൊന്നും വിളിച്ച് പറഞ്ഞില്ലെന്ന് തോന്നണം അവരെ. അതിപ്പോൾ തന്നെ മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ എന്നെ കണ്ടപ്പോൾ അന്തം വിട്ടിങ്ങനെ നോക്കി നിന്നത്. അതുകൊണ്ട് തന്നെയാണ് നയനെ. അങ്ങനെ അഭി അങ്ങോട്ട് വരിക. അപ്പം അഭി വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്താടാ നീ നിന്റെ കൂട്ടുകാരനോട് ഞാൻ വന്ന വിവരമൊന്നും പറഞ്ഞില്ലായിരുന്നോ? കൂട്ടുകാരനോ? കൂട്ടുകാരനോട് പറഞ്ഞില്ലായിരുന്നോ എന്നാ ചോദിച്ചത്. ഏത് കൂട്ടുകാരൻ? അനാമികയുടെ അച്ഛൻ വേണു. അയ്യോ, എന്താ ആദർശേട്ടാ ഈ പറയുന്നത്? ഞാൻ അവരെ വിളിക്കാറ് പോലും ഇല്ല ഇപ്പോൾ. അവൻ എടാ നോണ പറയാൻ നിൽക്കരുത്. നീ വിളിക്കാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നും ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നീ അവിടെ പറയാറുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വീണ്ടും വീണ്ടും കൂടുതലും നോണ പറയാൻ നിൽക്കണ്ട നീയാ. നിന്നോട് പറഞ്ഞിട്ടില്ലേടാ ചന്തുമോളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടണം, അല്ലെങ്കിൽ ബസ് കയറ്റി വിടണം എന്നൊക്കെ? അതിന് ബസ്സുണ്ടല്ലോ, പൊയ്ക്കോളൂല്ലോ. എടാ ആ ബസ്സിൻ്റെ ആ സ്ഥലത്ത് വരെ നിനക്ക് കൊണ്ടേ ആക്കാലോ ചന്തുമോളെ. നീ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഇനിയും ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ നവ്യയോട് എല്ലാ സത്യങ്ങളും തുറന്നടിച്ച് പറയും ഞങ്ങൾ എന്നൊക്കെ ആദർശ് നയനയും കൂടി ഇങ്ങനെ വാണിംഗ് ചെയ്യാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ഏട്ടത്തി ഒന്നും പറയണ്ട, ഞാൻ ഇനി ചന്തുമോളെ കൊണ്ട് ബസ്സിൽ കൊണ്ട് കയറ്റി വിട്ടോളാം. എന്താ അതുപോലെ വേണം, ചന്തുമോളുടെ മിക്ക കാര്യങ്ങളും നീ നോക്കണം, മനസ്സിലായല്ലോ എന്ന്
നയനയും പറയണം. അങ്ങനെ നയനയും ആദർശം കൂടി കയറി പോവുകയാണ്. അപ്പോൾ അഭിക്കാണെങ്കിൽ കാലിയും വരികയാണ്. ഇവരെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാനേ ഇവർക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ആദർശും അതേപോലെ തന്നെ അഭിയും അതേപോലെ തന്നെ ജലജയും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. എടാ എനിക്ക് കേട്ട് മടുത്തു. നീ ഇനിയെങ്കിലും നല്ല രീതിയിൽ പെരുമാറടാ. അവർ പറയുന്ന അനുസരിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. ഇവിടെ നിന്ന് പുറത്തു പോയ എന്ത് ചെയ്യുമെന്നാണ്? ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എൻ്റെ മോള് വിദേശത്ത് നിന്ന് വരുന്നുണ്ട്, അതെനിക്ക് അറിയാലോ. അവളെ കെട്ടിച്ചയക്കണ്ടേ? അതിനുള്ള പണം വേണ്ടേ? ഈ ദേവയാനിയെ പിണക്കി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് കിട്ടില്ല. അവളെല്ലാം മുടക്കി കളയും. അതുകൊണ്ട് നീ ഒന്ന് പരമാവധി ക്ഷമിക്കുകയും സഹിക്കുകയും ഒന്ന് അഭി. എന്ത് ചെയ്യാനാണമ്മേ? എനിക്ക് ഇവരുടെയൊക്കെ കാട്ടയം കാണുമ്പോൾ അങ്ങോട്ട് കലിയാ വരുന്നത്. അതുകൊണ്ട് ഒന്നും അവൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അമ്മേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് പറ്റണം. കാരണം എൻ്റെ മോളിങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും. അവൾ ഇന്ന് ഫ്ലൈറ്റ് കയറൂന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും അവളിങ്ങോട്ട് എത്തട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങളെല്ലാം. ഇവിടെ ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. എൻ്റെ മോളിലെ കല്യാണം ഒരു അല്ലലും കൂടാതെ നടക്കണം. പിന്നെ നവ്യ സത്യങ്ങളും തിരിച്ചറിയരുത്. നവ്യ സത്യങ്ങൾ തിരിച്ചറിയുന്നത് വരെ നമുക്ക് ഇവിടെ ആയുസുള്ളൂ. ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല. നീ അത് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ അഭി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് പെരുമാറിക്കോളാം. പക്ഷേ ഈ ആദർശ ജയിലിൽ നിന്ന് വന്നപ്പോഴേ എനിക്കത് അങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നീ സഹിക്കണ്ട, നീ അങ്ങനെ വെച്ചോണ്ടിരുന്നോ എന്നൊക്കെ സംസാരിക്കുക. പിന്നീട് നമ്മുടെ അനന്തമൂർത്തി മുത്തശ്ശനെ കാണിക്കുകയാണ്. ബാക്കി ജയനും അജയനും ആദർശവും ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മുത്തശ്ശനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലും. എന്നാലും ആദർശ് മോനെ, നിന്നെക്കുറിച്ചായിരുന്നു എനിക്ക് അഭിമാനം. കാരണം ഇവരെക്കാളും വിശ്വാസമായിരുന്നു നിന്നെ. അതുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ ഞാൻ ആ ബിസിനസ്സുകളെല്ലാം ഏൽപ്പിച്ചത്. എന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചത് മോനെ? നമ്മുടെ കമ്പനി എത്രയോ താഴെ ഇപ്പോൾ നിൽക്കുന്നത്. 10% മേളിൽ പോകേണ്ട കമ്പനി ഇപ്പോൾ 10% താഴെയാണ് നിൽക്കുന്നത്. അങ്ങനെ വരാനായിട്ട് സാധിക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനന്തമൂർത്തി മുത്തശ്ശൻ്റെ മുന്നിൽ നിങ്ങൾ ആരും താഴ്ന്നു നിൽക്കാനായിട്ട് പാടില്ല. ഒരു പിടി മുന്നിൽ തന്നെ വേണം നമ്മുടെ കമ്പനി ഉയർച്ചകളിലേക്ക് പോകാൻ വേണ്ടി. ഇവിടെ പല സംഭവങ്ങളും നടക്കും. കുടുംബത്തെയും ബിസിനസ്സിനെയും കൂട്ടിക്കലർത്താൻ പാടില്ല. ബിസിനസ് ചെയ്യുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ഓർക്കാനേ പാടില്ല. കുടുംബം വേറെ, ബിസിനസ് വേറെ. കുടുംബ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പൊയ്ക്കോട്ടെ, പക്ഷെ നിങ്ങൾ എന്തിനാണ് അത് ബിസിനസ്സിൽ കലർത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശിനാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ കണ്ണടക്കുന്ന സമയത്ത് എൻ്റെ കമ്പനി താഴ്ന്നു പോകുന്ന രീതിയിലാണ് ഞാൻ കാണുന്നതെങ്കിൽ എനിക്കൊരിക്കലും മനഃശാന്തി ഉണ്ടാകില്ല. എന്നെ നിങ്ങൾ ദുഃഖത്തിൽ ആഴ്ത്താനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ജയം പറയാണ്, എടാ ആദർശേ കേട്ടില്ലേ? ഇപ്പം ആ മുത്തശ്ശൻ പറഞ്ഞ കേട്ടില്ലേ? ഞങ്ങളെക്കാളും വിശ്വാസമാണ് നിന്നെ. അതുകൊണ്ടാണ് MBA കഴിഞ്ഞപ്പോൾ തന്നെ നിന്നെ ബിസിനസ്സുകളെല്ലാം മുത്തശ്ശൻ ഏൽപ്പിച്ചത്. നീ ഉയരങ്ങളിലേക്ക് പോകുമെന്ന് മുത്തശ്ശൻ അറിയായിരുന്നു. പക്ഷേ നീ അങ്ങനെയാണ് ചെയ്തത്. അച്ഛൻ പറഞ്ഞത് കേട്ടോ? കുടുംബകാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടെ, പക്ഷെ അതിൽ ബിസിനസ് കാര്യം കൂട്ടിക്കലർത്താൻ പാടില്ല. ബിസിനസ്സിൽ നന്നായിട്ട് ശ്രദ്ധ വേണം. കുടുംബത്തിൽ എന്ത് തകർച്ചയുണ്ടായാലും ബിസിനസ്സിൽ നല്ല ഉയർച്ച വേണം എന്ന് പറയാണ്. അവിടെ ഭാര്യയില്ല, മക്കളില്ല, അമ്മയില്ല, അച്ഛനില്ല, അങ്ങനൊരു ഇതേയില്ല. പക്ഷേ അവിടെ ബിസിനസ്സാണ് ഏറ്റവും വലിയത് എന്നൊക്കെ ഇങ്ങനെ പറയാ. മുത്തശ്ശ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. ഇനി നമ്മുടെ കമ്പനിക്ക് ഒരു തകർച്ചയും ഉണ്ടാവില്ല. പക്ഷേ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്തിയേ മതിയാവുള്ളൂ മുത്തശ്ശ എന്ന് പറയുമ്പോൾ അതെ, ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ്? ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ആൾക്കാരായിരിക്കില്ല, നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കില്ല. അങ്ങനെ പലരും ഉണ്ടാകാം നമ്മുടെ ബിസിനസ് തകർക്കാൻ വേണ്ടി. അത് ആരാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷേ എന്നാലും ഇത്രയ്ക്കും തകരാനുള്ള കാരണക്കാർ ആരായിരിക്കും? അവരാരാണ്? നമ്മുടെ ശത്രുപക്ഷത്ത് നിന്നിങ്ങനെ കളിച്ചത് ആരായിരിക്കും എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെ കാണിക്കുകയാണ്. ആ വ്യക്തി ഇങ്ങനെ കാറിൽ വന്ന് ഇങ്ങനെ ഇറങ്ങുക. അപ്പോൾ ഈ അനന്തമൂർത്തിയുടെയും ആ കുടുംബത്തിൻ്റെയും യഥാർത്ഥ ശത്രുവാണ് ആ വന്നിറങ്ങുന്നത്. അത് വേറെ ആരുമല്ല,
നമ്മുടെ ജലജയുടെ മകള് തന്നെയാണ്. അപ്പോൾ ജലജയുടെ മകളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ തന്നെ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ബൊക്കെയൊക്കെ വെച്ച് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നമ്മുടെ ജലജയുടെ മകളിങ്ങനെ വെക്കാനായിട്ട് ഇതാക്കണം. അപ്പോൾ അനന്തമൂർത്തിയെയും ആ കുടുംബത്തെയും തകർക്കാൻ വേണ്ടി, ആ ബിസിനസ് തകർക്കാൻ വേണ്ടിയാണ് ജലജയുടെ മകൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ ബൈ.